കാലിക്കറ്റ് സർവകലാശാലയിൽ UDSF പ്രതിഷേധം സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. സമീർ ബിൻ കരീം വാർത്തയോട് ഒരുമിച്ചിരുന്നു. സമീർ, എന്താണ് പ്രശ്നം? ഹാഷ്മി, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ UDSFന്റെ പ്രതിഷേധ മാർച്ച് നടന്നിരിക്കുന്നത്. മാർച്ച് കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് വെച്ച് തന്നെ തേഞ്ഞിപ്പാലം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഒന്നും തള്ളുമുണ്ടായി. ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് ഉണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് UDSF നടത്തിയിരിക്കുന്നത്. കുത്തനെ കൂട്ടുന്ന ഫീസ് പിൻവലിക്കുക, യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് UDSF നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ശാന്തമായി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. UDFന്റെ MSFന്റെയും KSUവിന്റെയും ഒക്കെ തന്നെ ജില്ലാ സ്റ്റേറ്റ് നേതാക്കൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ തോതിൽ ഈ വിദ്യാർത്ഥികളോടുള്ള വിവേചനപരമായ സമീപനം സർവകലാശാല അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം മുദ്രാവാക്യങ്ങളുമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 മണിയോട് കൂടെയാണ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചിരിക്കുന്നത്. യോഗം വിവിധ കാര്യങ്ങളുടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് യോഗം നടക്കുന്ന AD ബ്ലോക്കിൽ താഴ്ഭാഗത്തേക്ക് ഒരു പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, പോലീസ് അവിടെ ഉണ്ടോ? ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോകാൻ ഇടയുണ്ടോ സമീർ? ഹാഷ്മി, നിലവിൽ ഒരു സംഘർഷ സാധ്യത ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകർ വലിയ തോതിലില്ല, പക്ഷേ ഉള്ള പ്രവർത്തകർ എങ്കിൽ പോലും ശാന്തമായി തന്നെയാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളികളും പ്രതിഷേധ പ്രകടനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസും വലിയ തോതിൽ ഇല്ലെങ്കിൽ പോലും പ്രവർത്തകർ ശാന്തരായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ നേരത്തെ തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഈ യോഗം നടക്കുന്ന ഭാഗത്തേക്ക് തള്ളിക്കയറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ഒരു സമയത്ത് പോലീസ് അത് വളരെ കൃത്യമായി തടയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഒന്നുതള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ഈ സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് തങ്ങൾ പ്രവേശിപ്പിക്കാൻ തങ്ങളുടെ കാര്യങ്ങൾ പറയണമെന്നുള്ളതാണ് പ്രധാനമായും UDSF പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. പക്ഷേ പോലീസ് അനുവദിച്ചില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഈ വാതിൽ അടച്ചുകൊണ്ട് പോലീസും ശക്തമായ ഒരു മതിൽ തീർത്തുകൊണ്ട് ഒരു സമരം തടയുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സമരം നടക്കുന്ന അതിന്റെ മുൻഭാഗത്ത് പ്രവർത്തകർ കൂടി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് അതിവേഗത്തിൽ നടത്തുക, മാത്രമല്ല വിദ്യാർത്ഥികളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക, ക്യാമ്പസിലൂടെ ഉള്ള ഈ ബസ് സൗകര്യം അത് സൗജന്യമാക്കി മാറ്റുക, ഈ കാര്യക്ഷമമല്ലാത്ത വൈഫൈ സംവിധാനം ലിഫ്റ്റ് കാര്യക്ഷമമാക്കുക, അങ്ങനെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് UDSFന്റെ സമരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 100ഓളം വരുന്ന പ്രവർത്തകരാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയം മുൻപാണ് യൂണിവേഴ്സിറ്റിയുടെ മധ്യഭാഗത്ത് നിന്ന് പ്രകടനവുമായി പ്രവർത്തകർ ഈ AD ബ്ലോക്കിന്റെ ഭാഗത്തേക്ക് എത്തുകയും അത് മുദ്രാവാക്യം വിളികളിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടെയാണ് ഈ സിൻഡിക്കേറ്റ് യോഗം ഈ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ ആരംഭിച്ചിരിക്കുന്നത്. യോഗം ആരംഭിച്ച് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമരവുമായി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമരം ഇപ്പോൾ യുഗയുഗാന്തരങ്ങളായി സംഭരിച്ച ശക്തിയെ തോക്കിനാൽ തടുക്കുവാൻ, ലാത്തിയാൽ ചേർക്കുവാൻ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. അവിടെ സിൻഡിക്കേറ്റ് യോഗത്തിനകത്തെ കടത്തണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. പക്ഷേ അത് പോലീസ് തടഞ്ഞു. ചെറിയ ഏറ്റുമുട്ടൽ ചെറിയ കയ്യാങ്കളിയൊക്കെ അവിടെ ഉണ്ടായി. ഇപ്പോഴും സമരം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.